डिटेल क्यों दे रहे हो? अरे क्योंकि वो एक माँ की आंख है ना, तो थोड़ा सा इमोशन दिखाने के लिए डिटेल देना पड़ता है. Hey Archie, love your videos. Keep going. Thank you for the super chat, Akshita. ഇവരൊക്കെ എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്? കാണാൻ തന്നെ എന്തോ രസമാണ്. നേരം വെളുക്കുമ്പോഴേ തുടങ്ങിക്കോളും. 24 മണിക്കൂർ ഫോണിൽ കുത്തി ഇരുന്നോടാ ഇങ്ങനെ. തുടങ്ങി രാവിലെ തന്നെ. നിന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പുറത്തെ ഇറക്കനെ കണ്ടോ, അവനിപ്പോൾ എന്ത് എഞ്ചിനീയറിംഗിന് പോയി പഠിച്ചുകൊണ്ടിരിക്കുക. അവനൊരു നല്ല ജോലിയും നേടും, എല്ലാ കാര്യങ്ങൾക്കും പോകും. നീ എന്താ കാണിച്ചുകൊണ്ടിരിക്കുക? എന്നും ഇങ്ങനെ മൊബൈലിൽ കുത്തി ഇങ്ങനെ ഇരിക്കുക, ചുമ്മാ കണ്ട വീഡിയോ കാണുക, ചുമ്മാ ഒരു ഉപകാരവും ഇല്ലാതെ ചുമ്മാ. ഒന്നാമത് എനിക്ക് തലവേദന, അതിൻ്റെ മണ്ടയിൽ കൂടെ അടുത്ത് നീയും കൂടി വരുത്തല്ല ഇങ്ങനെ. വേറെ വല്ല പണിക്കും പോകാൻ നോക്കിയല്ല, ചുമ്മാ ഇങ്ങനെ ഇരിക്കും. എന്തോ കാണിക്കുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരോടൊക്കെ എന്താ പറയാനാണ്? എല്ലാവരും ചോദിക്കും ഇപ്പോൾ എന്താ അമ്മ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ ഇരുന്ന്. എന്താ പറയാനാണ് ഞാനിവിടെ? ചുമ്മാ ഇരിക്കുവാണെങ്കിൽ പോയി വല്ല കടയിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് പോവാം, അതെങ്കിലും നടക്കട്ടെ. എന്നേലും ഇവരുടെ മുന്നിൽ ഞാൻ ആരാന്നൊന്ന് കാണിച്ചു കൊടുക്കണം. എടാ നീ എങ്ങോട്ട് പോവുകയായിരുന്നു? ഈ നാശം പിടിച്ചവൻ ഇവിടെയും വന്നു. എടാ ഞാൻ ഇവിടെ കട വരെ വന്നായിരുന്നു, അമ്മ പറഞ്ഞു വിട്ടാ. അപ്പോൾ കട പോയിട്ട് വീട്ടിലോട്ട് പോകാനും തിരിച്ച്. ആണോ? നീ ഇപ്പം എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ ദേ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തു. ഇനി ഒരു നല്ല ജോബ് കിട്ടണമെന്നാണ് ആഗ്രഹം. എനിക്കറിയാം, ഷോ ഓഫ് കാണിക്കാൻ തന്നെയാണ് ഇവനിങ്ങനെ നടന്ന് പറയുന്നതെന്ന്. എടാ ഞാനിപ്പം മറ്റേ ആനിമേഷനൊക്കെ ചെയ്യാൻ നോക്കും. എന്ന് വെച്ചാൽ ആനിമേഷൻ്റെ കരിയർ ചൂസ് ചെയ്യാൻ എനിക്കിഷ്ടം. ആനിമേഷൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് അതിൽ അങ്ങ് കയറാമെന്ന് ഓർത്തു. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവൻ ഇങ്ങനെ തോന്നിനും കൊള്ളാൻ സാധനങ്ങളൊക്കെ പോകത്തുള്ളെന്ന്. എടാ ഞാനൊരു സജഷൻ നിനക്ക് തരാം. നീ ഈ ആനിമേഷനൊക്കെ പോകുന്ന സമയം കൊണ്ട് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനെ വല്ല കോഴ്സിനോ വല്ലതും കയറുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ഒന്നുമില്ല, ഡിഗ്രിയെങ്കിലും എടുക്കുക. അതെങ്കിലാവും നിനക്ക് രക്ഷപ്പെടാൻ പറ്റും ജീവിതത്തിൽ. വീട്ടുകാരെയൊക്കെ ഇങ്ങനെ എന്നും കഷ്ടപ്പെടുത്താന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലോ. ഈ ആനിമേഷൻ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ജോലിയും കൂലിയും ഒന്നും കിട്ടത്തില്ല. ഇപ്പോൾ ഉള്ളവന്മാരൊക്കെ ചുമ്മാ ഇങ്ങനെ നടക്കുക. വെയിറ്റ് എ സെക്കൻഡ്, ഇവനിപ്പോൾ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞിട്ട് നീ വേറെ വല്ല ജോലിക്കും പോകുന്നതല്ല, അല്ലെങ്കിൽ വേറെ വല്ലതും പഠിക്കാൻ പോകും. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. ഓരോ കോപ്പന്മാർ രാവിലെ തന്നെ വന്നോളും മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. സോ ദിസ് ഈസ് മീ. യെസ്, ഞാനാണിത്. ആൻഡ് ദിസ് ഈസ് മൈ ലൈഫ്. എൻ്റെ ലൈഫിൽ എന്നും നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നത്. ഓക്കെ, എബൌട്ട് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ആനിമേറ്ററാണ്. ഐ ആം ഫ്രം കേരള. യെസ്, കേരളത്തിൽ നിന്നുമുള്ള ഒരു ചെറിയ ആനിമേറ്ററാണ്. അപ്പോൾ എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഉള്ളതാണ് ഈ കാർട്ടൂൺ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ആനിമേഷൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലോട്ട് കയറിപ്പെട്ടത്. ഓക്കെ, പക്ഷെ കയറിപ്പെടുന്നതിന് വലിയ കുഴപ്പമില്ലായിരുന്നു. ആൻഡ് എനിക്ക് അത്രയ്ക്ക് സ്ട്രെയിറ്റ് വഴിയൊന്നുമല്ല ഞാൻ കയറിപ്പെട്ടത്. കുറേ കുറുകിച്ചാടിയൊക്കെ ആയിരുന്നു കയറിയത്. എന്ന് വെച്ചാൽ അതിനകത്ത് ഒന്നാമത്തെ ഒരു തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി തന്നെയായിരുന്നു. കാരണം സൊസൈറ്റിയിൽ എന്ത് പറഞ്ഞാലും നമ്മളിപ്പം ഇൻ കേസ് നമ്മൾ എന്തെടുക്കാൻ പോയാലും നമ്മുടെ കരിയർ ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരൊന്നേ പറയത്തുള്ളൂ, ഇത് കൊള്ളത്തില്ല, ഇതൊന്നിനും നല്ലതല്ല എന്നൊക്കെ അവർ പറയത്തുള്ളൂ ഏത് സമയത്തും. ഇപ്പം തന്നെ ഞാനൊരു അപ്പച്ചനുമായി കണ്ടുമുട്ടിയുള്ളൂ. അപ്പച്ചാ, ഈ ആനിമേഷനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എടാ മോനെ, ഇതിനൊന്നും പോയിട്ട് ഒരു കാര്യമില്ല, ഒരു കൂലിയും മേലയില്ലാണ്ട് നീ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. ഇങ്ങേരോട് ചോദിക്കാൻ പോയി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. കാരണം എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഒപ്പീനിയൻ ആയിരിക്കും ഇതിനെക്കുറിച്ച് ഉണ്ടാവുന്നത്. ഓഫ് കോഴ്സ് ആർക്കും അതിനെക്കുറിച്ച് അറിയത്തുമില്ല. പിന്നെ ഈ പറയുന്നവർ ഭൂരിപക്ഷം പേർക്കും ഇതെന്താ സംഭവം എന്ന് പോലും അറിയാതാണ് അവർ പറയുന്നത്. കൊള്ളത്തില്ല, അങ്ങനെ ഇങ്ങനെ മറ്റേതാ മറിച്ചാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൊസൈറ്റി തന്നെ നമ്മുടെ അയൽവക്കക്കാരാണെങ്കിലും നമ്മുടെ പേരൻസിനെക്കാട്ട് കൂടുതൽ കെയർ ചെയ്യുന്ന അവരാണ് നമ്മളെ. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെ. കാരണം നമ്മൾ എന്ത് ചെയ്യാൻ പോയാലും, ഇൻ കേസ് ഒരു ജഡ്ഡി വാങ്ങാൻ പോയാലും അവരുടെ ഒപ്പീനിയൻ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വേണം പോകാൻ വേണ്ടി. ഇതിന് ഇലാസ്റ്റിക് ഇല്ല കേട്ടോ. ഈ ഇലാസ്റ്റിക് ഇല്ലാത്ത ചെടിയൊന്നും മേടിക്കണ്ട, മറ്റേ ഇലാസ്റ്റിക് കൂടി മേടിക്കാം. അതാണ് കുറച്ചൊരു ബെറ്റർ ഓപ്ഷൻ.
യെസ്, എൻ്റെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെയാണ് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ആൻഡ് എന്തുകൊണ്ട് ഞാൻ ആനിമേഷൻ എന്ന് വെച്ചാൽ ഒരു കരിയർ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊട്ട് എനിക്ക് ഡോറേമോൻ, പോക്കിമോൻ, ബെൻഡൻ ഇതുപോലത്തെ കുറേ കാർട്ടൂൺ ഞാൻ കാണുമായിരുന്നു. യെസ്, കുറേ കാർട്ടൂൺ കാണുമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് 5ാം ക്ലാസ് മുതൽ തന്നെ അഡിക്ഷൻ സ്റ്റാർട്ടഡ് ആയിരുന്നു ഈ കാർട്ടൂൺസിനെ കുറിച്ച്. എന്ന് വെച്ചാൽ ഡോറേമോൻ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ആൻഡ് മൈ ഫേവറേറ്റ് കാർട്ടൂൺ ഈ സമയത്തും. ആൻഡ് ഇങ്ങനെ വന്നപ്പോഴാണ് അനിമയിലോട്ട് ചാടി കയറുന്നത് ഞാൻ. വദശിവ നന്ദതായി ഈ അഡിക്ഷൻ കൂടി ഒരു വട്ടം ഞാൻ ഡോറിമോനാന്ന് പറഞ്ഞ് വായി നോക്കി ഒരു ബോളിൽ നിന്ന് ഒരു ഇടി വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡോറിമോൻ്റെ പടം കണ്ട് ഇറങ്ങിയായിരുന്നു. ആ സമയം ഞാൻ 5ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ താഴെ കുറേ അമ്മ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. നേരെ മണ്ടയിലോട്ട് നോക്കിയപ്പോൾ ഒരു നീല സാധനം തെറിച്ച് വരുന്നു. പക്ഷേ ഞാൻ ഓർത്ത ഡോറിമോൻ ബാംബു കോപ്റ്റർ ഇട്ട് പറന്നു വരികയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ സംഭവം വേറെ എന്തെങ്കിലും ആയിരുന്നു. ഒരു സ്റ്റംബർ ബോളായിരുന്നു. നേരെ വന്നു എൻ്റെ നെറ്റിക്കിട്ട് ഒരു ഉമ്മ വന്നിട്ട് പോയത്. അത്രയേ ഉള്ളൂ, വേറെ നടന്നില്ല അവിടെ. സോ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ നടന്നായിരുന്നു. ആൻഡ് നമ്മളുടെ ഈ ആനിമേഷൻ കാറ്റഗറി ചൂസ് ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ എനിക്ക് കുറേ സോഷ്യൽ ഹറാസ്മെൻറ്റ് നേരിടേണ്ടി വന്നായിരുന്നു. കൂട്ടുകാർ തന്നെ വളരെ വളരെ നല്ലവരായതുകൊണ്ട് തന്നെ അവന്മാരും എന്നെ കുറേ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചായിരുന്നു. പക്ഷേ ഞാൻ അതിനൊന്നും ഒരു വകയും കൊടുത്തില്ല. കാരണം ഇറ്റ്സ് മൈ ചോയ്സ്. യെസ്, എന്ത് ഞാൻ ചൂസ് ചെയ്യണം എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എൻ്റെ അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു നോ നെവർ എന്ന് പറഞ്ഞാണ് അമ്മ ആദ്യം പറഞ്ഞത്. പിന്നെ സംസാരിച്ച് കാല് പിടിച്ചപ്പോഴാണ് ഒരു ആനിമേഷൻ കോളേജ് ഞാൻ ചേർന്നത് പോയി. ആൻഡ് ഞാനിപ്പോൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് എക്സ്പെൻഡിങ് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു 3000 രൂപയുടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട് പണ്ടത്തെ. അതിനകത്താണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പരിപാടികളും. യെസ്, സംഭവം ഇപ്പം അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് ഇത് ഓഫായി പോകുന്നത് അറിയത്തില്ല. എനിവേ യൂട്യൂബിൽ കൂടി ഇൻകം വല്ലതും ജനറേറ്റ് ആവുകയാണെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടറും കാര്യങ്ങളും എക്സ്പെൻഡൊക്കെ മേടിച്ച് നല്ല ഹൈ ക്വാളിറ്റി കണ്ടന്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്കറിയാം ലൈൻ ടൂൾ വെച്ച് വരയ്ക്കാനും പെൻ ടൂൾ വെച്ച് വരയ്ക്കാനും ഭയങ്കര ഹാർഡായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ ഇത്രയും ചുരുക്കി തന്നെ എല്ലാം ചെയ്യുന്നത്. കാരണം എളുപ്പ വഴിയാണ് നമുക്കും പിടിക്കുന്നത്. പക്ഷേ എനിക്ക് ഇതിലും നല്ല ഗോൾഡ് ലെവൽ ആനിമേഷൻ ചെയ്യാൻ അറിയാം. ഒരു എക്സ്പെന്നോ നല്ലൊരു ഡിവൈസ് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, നമ്മളിപ്പോൾ തന്നെ ഇതിലും കിടുവായിട്ട് ഇതിൽ തന്നെ ഇതിലും കിടുവായിട്ട് ചെയ്യുന്നു. അപ്പം പിന്നെ നോക്കണ്ട. എടാ നീ വല്ല പണിക്കുമ്പോടാ ചുമ്മാ ഈ കിണ്ടിയിലെ കാര്യങ്ങളൊക്കെ എന്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇയാളെ ഇന്ന് ഞാൻ എന്തിയ സാധനം വടിയെന്തി. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. എന്ന് വെച്ചാൽ കരിയർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാം ഉറപ്പിച്ച് തന്നെ ചൂസ് ചെയ്യുക. കാരണം ആരുടെയും കേൾക്കായിരിക്കും കൂടുതലും. വാക്കുകൾ കേൾക്കുക, അവർ നല്ല തന്നെയാണ്, ചിലരൊക്കെ നല്ലത് തന്നെയാണ് പറയുന്നത്. കാരണം പോയിട്ട് കാര്യമില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പുണ്ടോ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെന്ന്, വിജയിക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടോ നിങ്ങളിത് ചൂസ് ചെയ്യുക, അതിലൊരു കുഴപ്പമില്ല. നമ്മുടെ യൂട്യൂബേഴ്സിനെ പോലെ RJ ബക്കറ്റ്ലിസ്റ്റ്, നോട്ടിയോ ടൈപ്പ് ഇതുപോലത്തെ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ കാണുന്നതാണ്. അവരെ കിഡു ആനിമേഷൻ, ആ ലെവൽ ആനിമേഷനിലോട്ട് എനിക്കും കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കും വേണ്ടത്. നിങ്ങൾ എത്രത്തോളം സബും ലൈക്കും വ്യൂസും തരുന്നോ അതിനനുസരിച്ച് നമ്മുടെ ചാനലും ഗ്രോ ആവും, എൻ്റെ ലൈഫും ഗ്രോ ആവും. ഓക്കെ, സോ അതാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് വേണം നിങ്ങളുടെ ചേട്ടന് പോയിട്ട് തകർക്കാൻ വേണ്ടി എല്ലാവരും മുമ്പിൽ ഷോ അടിക്കാൻ ഈ ആനിമേഷൻ അഴുക്കാന്ന് പറഞ്ഞവളോടൊക്കെ. ഓക്കെ, നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ ഇത്തിരി വിലയോടും നിലയോടും നിൽക്കാനുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട്. എന്ന് വെച്ചാൽ സ്വന്തം പൈസയിൽ പഠിക്കുക, കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. കാരണം ഒരു ചെറിയ വീഡിയോ ആണ്. കൂടുതൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കതിനുള്ള സമയമില്ല, അതിനുള്ള ബഡ്ജറ്റും ഇല്ല. സോ അതുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റത്തില്ല. കറണ്ട് 100 വട്ടം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ആൻഡ് ഈ കണ്ടിട്ട് ഇഷ്ടമല്ലെങ്കിൽ നേരെ ഓടിക്കോളൂ, നല്ല കുളത്തിൽ പോയി ചാടിക്കോളൂ, അതെനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതുപോലത്തെ ഒരു വീഡിയോയും കാണാം. അതുവരെ എന്നെ ഒന്ന് ഓർമ്മിച്ചുകൊണ്ടിരിക്കുക, ഓർമ്മിപ്പിക്കണ്ട. ഓക്കെ, ശരി എന്നാൽ.